2000-ലേറെ മേരി നാമധാരികൾ അണിനിരന്ന സംഗമം ചരിത്രത്തിൽ ഇടം നേടുന്നു. കുറവിലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തുമറിയം ആർക്കദിയോക്കോൻ തീർത്ഥാടന ദേവാലയത്തിൽ സെപ്റ്റംബർ 8-ന് നടക്കാറുള്ള മേരി നാമധാരി സംഗമം 2 പതിറ്റാണ്ടോടടുക്കുന്നു എന്നതും ശ്രദ്ധേയം. ഒപ്പം ഇടവകയിലെ അൾത്താര ബാലന്മാരുടെ സംഗമവും പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാൾ ആഘോഷമാക്കാൻ 2000-ലേറെ മേരി നാമധാരികളാണ് കുറവിലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തുമറിയം ആർക്കദിയോക്കോൻ തീർത്ഥാടന ദേവാലയത്തിലെത്തി ശുശ്രൂഷകളിൽ പങ്കുചേർന്നത്. പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശുദ്ധ കുർബാനയിൽ മുഖ്യകാർമ്മികനായി. ഓരോ സഭാംഗവും സഭയുടെ പരിശുദ്ധ പാരമ്പര്യങ്ങളുടെ അപ്പസ്തോലന്മാരാണെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശുദ്ധ കുർബാന മധ്യേ നൽകിയ സന്ദേശത്തിൽ വ്യക്തമാക്കി. മേരി നാമധാരി സംഗമം ചരിത്രത്തിൽ ഇടം നേടിയ ഒന്നായി മാറുകയായിരുന്നു. മേരി, മറിയം, അമല, വിമല, നിർമ്മല, മരിയ എന്നിങ്ങനെ ദൈവമാതാവിന്റെ പേര് സ്വീകരിച്ച 2000-ലേറെ പേർ സംഗമിച്ചു എന്നത് മാത്രമല്ല, പ്രസ്തുത സംഗമം ആരംഭിച്ചിട്ട് 2 പതിറ്റാണ്ടോടടുക്കുന്നു എന്നതും ശ്രദ്ധേയം. സംഗമത്തിനെത്തിയ മേരി നാമധാരികൾ 21 അപ്പം വീതം മുത്തിയമ്മയ്ക്ക് സമ്മാനിച്ചു. ഏകദേശം 30,000-ഓളം അപ്പം നേർച്ചയായി ലഭിച്ചതായി ദേവാലയ അധികൃതർ വെളിപ്പെടുത്തി. കൂടാതെ 10,000 വിശ്വാസികളും തീർത്ഥാടനത്തിൽ പങ്കെടുത്തു. ഒപ്പം ഇടവകയിലെ അൾത്താര ബാലന്മാരുടെയും സംഗമം നടത്തപ്പെട്ടു. മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുഖ്യ കാർമ്മികനായി അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ ഇടവകയിലെ 53 അൾത്താര ബാലന്മാർ സംബന്ധിച്ചു. മേരി നാമധാരികൾ നേർച്ചയായി നൽകിയ അപ്പം നോമ്പുവിടൽ സദ്യയിൽ വിളമ്പി നൽകി. AKCC യൂണിറ്റാണ് നോമ്പുവിടൽ സദ്യ ഒരുക്കിയത്. 2024 സെപ്റ്റംബർ 8 എന്ന് പറയുന്നത് AKCCയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പുണ്യ ദിനമാണ്. അനേകായിരങ്ങൾക്ക് നല്ല നിറഞ്ഞ ഭക്ഷണത്തോടെ നോമ്പുവിടൽ സദ്യ ഒരുക്കിക്കൊണ്ട് ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ വലിയ ഒരു വിജയത്തിലേക്കുള്ള ആ ഒരു മുഹൂർത്തമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഇടവകയിൽ നിന്ന് മേരി നാമധാരി സംഘമായിട്ടുള്ള ആളുകൾ ഏതാണ്ട് 25,000-ഓളം വരെ അപ്പം തന്നെ ഇവിടെ എത്തിയ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. ഷിഗ്ന ന്യൂസ്, കോട്ടയം.